السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين، والصلاة والسلام على الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. وبعد. സഹോദരന്മാരെ, മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ സംസാര വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നാമങ്ങളിൽ അൽ മുഹി അൽ മുമീത്ത് എന്നീ രണ്ട് പേരുകൾ. അതിൽ അൽ മുഹി എന്ന നാമം, അതിനെക്കുറിച്ച് നമ്മൾ ജീവിപ്പിക്കുന്നവൻ എന്ന് അർത്ഥം മനസ്സിലാക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നവനാണ്. ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകരുന്നവൻ, ഹയാത്തിട്ട് റൂഹിട്ട് ജീവനേകുന്നവൻ. ഈ ഒരു വായന നമ്മൾ ആ പേരിന് മനസ്സിലാക്കുന്നതാണ്. നമ്മുടെ സംസാരം ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക? പലരും മരണപ്പെട്ട് മൺമറഞ്ഞു, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ് ഇന്നും നമുക്കിടയിൽ. മൗതു തഖി ഹയാത്തുൻ ലാ നഫാദ ലഹ ഖദ് മാത ഖൗമുൻ വഹും ഫിന്നാസി അഹ്യാഉ. ഒരു ഭക്തന്റെ മരണം അതൊരിക്കലും മരണമല്ല, അത് ജീവിതമാണ്. ആ ജീവിതത്തിന് ഒടുക്കല്ല. ഖദ് മാത ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ അവർ മരിച്ചുപോയി, പക്ഷേ വഹും ഫിന്നാസി അഹ്യാഉ, അവർ ജനങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർ മരിച്ചു മൺമറഞ്ഞു എന്ന് നേരാണ്, പക്ഷെ അവർ ജനങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്യി എന്ന് പറയുമ്പോൾ ജീവനേകുന്നവൻ എന്നർത്ഥമുണ്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിച്ചവരെ ജീവിച്ചവരെ പോലെ നിലനിർത്തുന്നവരുമുണ്ട്. വിശുദ്ധ ഖുർആനിലിപ്പോൾ മരിച്ചവർക്ക് ജീവനിട്ടത് നമ്മൾ വായിക്കേണ്ട. ഈ ദുനിയാവിൽ മരിച്ചവർക്ക് ജീവനിട്ടത്, ഇപ്പോൾ ഇസ്രായേലിൽ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം തെളിയിക്കാൻ അല്ലാഹു കൊല ചെയ്യപ്പെട്ടവന് ജീവനിട്ട ചരിത്രം വായിക്കുന്നുണ്ട്. ഇസ്രായേലിയരോട് പശുവിനെ അറക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ പശുവിൻ്റെ ചില അവയവങ്ങൾ കൊണ്ട് ഈ കൊല ചെയ്യപ്പെട്ടവനെ അടിക്കാൻ പറഞ്ഞു. കൊല ചെയ്യപ്പെട്ടവൻ എഴുന്നേറ്റ് തന്നെ കൊന്നതാരെന്ന് പറഞ്ഞു. നമ്മൾ സൂറത്തുൽ ബഖറയിൽ വായിക്കുന്ന ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആ വ്യക്തിക്ക് ജീവനിട്ടത്. അതേപോലെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ പ്ലേഗ് രോഗം തങ്ങൾക്ക് ബാധിക്കരുതെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അത് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഒരു ഗ്രാമം വിട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ ഓടി എന്നാണ്. ഓഹും ഉലൂഫ് എന്നാണ്, ആയിരങ്ങൾ ഓടി. പ്ലേഗ് രോഗം പിടിക്കരുതെന്ന് വെച്ചിട്ടാണ് അവർ ഓടിയത്. പക്ഷേ പ്ലേഗ് രോഗം പിടിക്കരുതെന്ന് അവർ ഭയപ്പെട്ടത് എന്തിനാ? മരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവർ ഓടുന്ന ഓട്ടത്തിൽ അവരൊക്കെ മരിച്ചു എന്നാണ്. അങ്ങനെ പിന്നീട് അവർക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവനിട്ട സംഭവം, അതും സൂറത്തുൽ ബഖറയിൽ വായിക്കുന്നുണ്ട്. അതൊക്കെ വിശാലമായ ചരിത്രങ്ങളാണ്. അതേപോലെ സൂറത്തുൽ ബഖറയിൽ മറ്റൊരു വ്യക്തിയുടെ ചരിത്രം, ഔ കല്ലദീ മർറ അലാ ഖറിയത്തിൻ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹ എന്ന് പറഞ്ഞു. ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാ ബഅദ മൗതിഹ. ഒരു നാടൊട്ടക്ക് തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, അതിലൂടെ നടന്നുപോയ വ്യക്തി, ഇതെങ്ങനെയാണ് അള്ളാഹു ഇനി പുനർജീവിപ്പിക്കാന്ന്. അപ്പോൾ അയാളാണ് മരിപ്പിച്ചു എന്നാണ്. ഫഅമാതഹുല്ലാഹു മിഅത ആം, 100 വർഷം. എന്നിട്ട് പിന്നെ അയാളെ ജീവിപ്പിച്ചു എന്നാണ്. മരിച്ചിട്ട് പിന്നെ അയാൾ ഇവിടെ തന്നെ ജീവിപ്പിച്ച സംഭവം. ഇങ്ങനെ പലതും നമ്മൾ വായിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെങ്ങനെയാണ് അള്ളാഹു ഇനി ജീവിപ്പിക്കുക എന്ന ചോദ്യത്തിന് ഒരു പക്ഷിയെ പിടിച്ച് കഷ്ണിക്കാൻ പറഞ്ഞു, എന്നിട്ട് മലകളിൽ നിരത്താൻ പറഞ്ഞു, എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പക്ഷികൾ ജീവനോടുകൂടി പാറിയെടുത്ത സംഭവം. ഇങ്ങനെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മുഹ്യിയാണ്. ഇന്നല്ലദീ അഹ്യാഹ ലമുഹ്യിൽ മൗത. നിർജീവമായ മണ്ണിനെ മഴ പെയ്യിച്ച് സജീവമാക്കുന്ന അള്ളാഹു മരിച്ചവരെയും ജീവിപ്പിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അള്ളാഹു മുഹ്യിയാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സംസാരത്തിൽ ഈ ഒരു ഭാഗം വിശദീകരിക്കാനല്ല. പിന്നെയോ, ചില ആളുകൾ മരണപ്പെട്ടു, മൺമറഞ്ഞു. പക്ഷേ അവർ ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അവരെ നിലനിർത്തി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ കേൾപ്പിച്ചൊരു കവിത ഉണ്ട്. മൗതു തഖിയ്യി ഹയാത്തുൻ ലാ നഫാദ ലഹ ഖദ് മാത ഖൗമുൻ വഹും ഫിന്നാസി അഹ്യാഉ. ഇത് മഅറൂഫുൽ ഖറഖി എന്ന് പറയുന്ന വ്യക്തിയുടെ കവിതയാണ്. മഅറൂഫുൽ ഖറഖി എന്താ അയാളുടെ പ്രത്യേകത? അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. മാതാപിതാക്കളൊക്കെ ക്രൈസ്തവരായിരുന്നു. ഇദ്ദേഹം പ്രതിമയെ വണങ്ങാനോ കുരിശിനെ വണങ്ങാനോ ത്രിയേകത്വം പറയാനോ അയാളുടെ മനസ്സ് കൂട്ടാക്കണില്ല. അദ്ദേഹത്തിന് മനസ്സ് കൂട്ടാക്കുന്നേ ഇല്ല. മാതാപിതാക്കൾ നിർബന്ധിച്ചിട്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ സാലിസു സലാസ, അള്ളാഹു 3-1 എന്ന് ഞാൻ പറയില്ല. അങ്ങനെ പിന്നീട് ഇദ്ദേഹം മഅറൂഫുൽ ഖറഖി ഇസ്ലാം ആശ്ലേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെതാണ് കവിത. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് മകൻ അബ്ദുള്ള ചോദിക്കുന്നുണ്ട് മഅറൂഫുൽ ഖറഖിയുടെ ഇൽമിനെ കുറിച്ച്. നല്ല അറിവുള്ള ആളായിരുന്നു അദ്ദേഹം എന്ന്. അപ്പം പറയുന്നുണ്ട്, മഅറൂഫുൽ ഖറഖിയിൽ ഇൽമ് അത് ആത്യന്തികമായി സമ്മേളിച്ചിരുന്നു. കാരണം ഇൽമ് എന്ന് പറഞ്ഞാൽ അൽ ഖശിയത്ത്, അതെന്താ? പടച്ചവനെ പേടിയാണ്. ഇന്നമ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമ, അറിവുള്ളവരാണ് അള്ളാഹ്ക്ക് ഖശിയത്തിൽ കഴിയുക. അതുകൊണ്ട് ഖശിയത്താകുന്ന ഇൽമ് നിറഞ്ഞ ആളായിരുന്നു മഅറൂഫുൽ ഖറഖി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ആ അദ്ദേഹത്തിൻ്റെ ഒരു ആപ്തവാക്യം കവിതയാണ് പറഞ്ഞത്. ഒരു തഖിയ്യ് ഭക്തൻ മരിച്ചാൽ അത് അയാൾക്ക് ജീവിതമാണ്, അതൊരിക്കലും ഒടുങ്ങൂല, അതൊരു തുടർച്ചയാണ്. ജനങ്ങളിൽ എത്ര പേരുണ്ട് മരിച്ചു, പക്ഷേ അവർ ഫിന്നാസി അഹ്യാഉ, ജനങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ്. ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ പ്രധാനമായിട്ട് ആ വിഷയത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ചരിത്രം ഇമാം യഹ്യ ബിൻ മുഹമ്മദ് ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഹിജ്റ 499 ജനിച്ച ഇബ്നു ഹുബൈറ എന്ന പേരിൽ വിളിക്കപ്പെടുന്ന യഹ്യ ബിൻ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു വസീറായിരുന്നു. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി. അബ്ബാസി ഖുലഫാക്കളിൽ അൽ മുക്തഫി ലി അംരില്ല എന്ന ഖലീഫയുടെ മന്ത്രിയായിരുന്നു ഇബ്നു ഹുബൈറ. അദ്ദേഹം ചരിത്രത്തിൽ പ്രസിദ്ധം അൽ വസീർ ഇബ്നു ഹുബൈറ എന്നാണ്. ഇബ്നു ഹുബൈറ മന്ത്രി. എത്ര മന്ത്രിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അൽ വസീർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അത് ഇബ്നു ഹുബൈറയാണ്. ആ ഇബ്നു ഹുബൈറയുടെ പ്രത്യേകത ഇമാം ദഹബി സിയർ അലാമുൻ നുബലായിൽ ആളുകളുടെ ചരിത്രം കൊടുത്തപ്പോൾ ഈ ഇബ്നു ഹുബൈറയെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് കാന സലഫിയൻ അസരിയൻ എന്നാണ്.
സലഫിയായിരുന്നു, അസരിയായിരുന്നു ഈ മന്ത്രി. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു കാലത്ത് പട്ടിണിപ്പാവായിരുന്നു, ദരിദ്രവിലാസം, പട്ടിണിപ്പാവ്. അങ്ങനെ അദ്ദേഹം നിത്യവൃത്തിക്ക് ക്ലേശപ്പെട്ട് കഴിയുന്ന കാലത്ത് പഠിച്ചു, പഠനത്തിന് സമയം കണ്ടു. അങ്ങനെ അദ്ദേഹം വളർന്നു എന്നുള്ളതാണ്. വളർന്നു. അദ്ദേഹം ചെറുപ്രായം മുതൽ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് വിജ്ഞാന സദസ്സുകളെയും ഉലമാക്കളെയും അദ്ദേഹം കേന്ദ്രീകരിച്ചു. അങ്ങനെ പഠിച്ചു വളർന്നത് കാരണത്താൽ അദ്ദേഹത്തിന് കോർട്ടിൽ എഴുത്തു ജോലി കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ മികവും കഴിവും അത് മേലായവനാണ് സ്വാധീനം നൽകുന്നവൻ, മേലായവനാണ് ആളാക്കുന്നവൻ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പേരുയർത്തി. അതുകൊണ്ട് രാജസദസ്സിൽ അത് സ്മരിക്കപ്പെട്ടു. അബ്ബാസി ഖുലഫാക്കളിൽ അൽ മുഖ്തഫി ലി അംരില്ല എന്ന് പറയുന്ന ഖലീഫ ഇബ്നു ഹുബൈറയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഹിജ്റാബ്ദം 544 ഇബ്നു ഹുബൈറ അൽ മുഖ്തഫി ലി അംരില്ലയുടെ മന്ത്രിയായിട്ട് നിശ്ചയിക്കപ്പെട്ടു. മുഖ്തഫി ലി അംരില്ല മന്ത്രിയായിട്ട് നിശ്ചയിക്കപ്പെട്ട ദിനം ഒരു ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു. കാരണം അത്രമാത്രം ഇദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം സ്വാധീനിക്കപ്പെടാൻ കാരണമായത് അദ്ദേഹത്തിൻ്റെ അറിവാണ്. ദീനീ വിജ്ഞാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ വിലയും നിലയുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജകൊട്ടാരത്തിൽ മന്ത്രിയായി സ്ഥാനമേറ്റു എന്നുള്ളതാണ്. പക്ഷേ മന്ത്രി സ്ഥാനവും അദ്ദേഹത്തെ വിജ്ഞാനത്തിൽ വിരക്തനാക്കിയില്ല. സാധാരണ അങ്ങനെയാണ്, സ്ഥാനമാനങ്ങൾ ആളുകളെ അവരുടെ വിജ്ഞാനത്തിൽ വിരക്തരാക്കും. പക്ഷേ ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം ഒരിക്കലും അങ്ങനെയായില്ല. പിന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കെ അൽ ഇഫ്സാഹ് അൻ മആനി സിഹാഹ് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അൽ ഇഫ്സാഹ് അൻ മആനി അസിഹാഹ്. ഇത് ഇബ്നു ഹുബൈറയുടെ രചനയാണ്. 10 വാള്യങ്ങളാണ്. 10 വാള്യങ്ങൾ. ഈ 10 വാള്യങ്ങൾ അദ്ദേഹം മന്ത്രിയായിരിക്കെയാണ് രചിച്ചത്. മന്ത്രിയായിരിക്കെ. എന്താ ഇതിൻ്റെ പ്രത്യേകത? അൽ ഇഫ്സാഹ് അൻ മആനി സിഹാഹ് എന്ന് പറയുന്ന കിതാബ് സഹീഹുൽ ബുഖാരിയുടെയും സഹീഹ് മുസ്ലിമിൻ്റെയും ഷറഹാണ്. മന്ത്രിയായ ഇബ്നു ഹുബൈറ അദ്ദേഹം ആളുകൾക്ക് ക്ലാസ് എടുക്കും. ആ ക്ലാസ്സുകൾ ധന്യമായ വിദ്വൽ സദസ്സുകളായിരുന്നു. പണ്ഡിത ശ്രേഷ്ഠരും പഠിതാക്കളും നിറഞ്ഞ വിജ്ഞാന സദസ്സായിരുന്നു ഇമാം ഇബ്നു ഹുബൈറയുടെ, അൽ വസീർ ഇബ്നു ഹുബൈറയുടെ സദസ്സ് എന്നുള്ളതാണ്. അദ്ദേഹം സഹീഹുൽ ബുഖാരിയും മുസ്ലിമും വിശദീകരിച്ചു, ഷറഹ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്ന ഹദീസിനെ എടുത്തെത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അള്ളാഹു ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ ആ മനുഷ്യനെ അള്ളാഹു ദീനിൽ ഫഖീഹാക്കും, ദീനിൽ പണ്ഡിതനാക്കും. അപ്പോൾ ദീനിൽ ഒരാൾക്ക് പാണ്ഡിത്യമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹു അയാളോട് ഖൈർ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹദീസാണ് ഇബ്നു ഹുബൈറ എത്തിയത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഇബ്നു ഹുബൈറ ഹദീസ് എത്തിയപ്പോൾ എന്ത് ചെയ്ത്? ഫിഖ് എന്ത് എന്ന് വിശദീകരിക്കാൻ തുടങ്ങി. അതാണല്ലോ യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ ഫഖീഹാക്കുന്നതാണ്. അപ്പോൾ ഫിഖാണ് വിഷയം. അപ്പോൾ ഫിഖ് മൂപ്പരുടെ സംസാര വിഷയമായി. ഫിഖ് വിഷയമായപ്പോൾ മൂപ്പർ എന്ത് ചെയ്ത്? ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ഇബ്നു അനസുൽ അസ്ബഹി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ, അഹ്മദ് ഇബ്നു ഹംബൽ അഷൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ 4 ഫഖീഹ്മാർ, ഫുഖഹാക്കൾ, ആലിമീങ്ങൾ, ഇമാമുമാർ, ഇവരുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങളെ വേറിട്ട് ക്രോഡീകരിക്കാൻ തുടങ്ങി. അവരുടെ മദ്ഹബുകളെ, ഫിഖ്ഹി വീക്ഷണങ്ങളെ അദ്ദേഹം എന്ത് ചെയ്താൻ തുടങ്ങി? വേറിട്ട് ക്രോഡീകരിക്കാൻ തുടങ്ങി. മനസ്സിലല്ലേ? എന്താ സംഭവിച്ചത്? സഹീഹുൽ ബുഖാരിക്കും മുസ്ലിമിനും ഷറഹ് നടത്തിയ ഇബ്നു ഹുബൈറയുടെ ഈ ഒരു
പഠനം, ഈ ഒരു അവതരണം അത് വേറെ ഒരു രചനയാക്കിയിട്ട് ആളുകളെ പുറത്തിറക്കി, വേറൊരു രചനയാക്കിയിട്ട് പുറത്തിറക്കി. അതിൽ സഹീഹുൽ ബുഖാരിൻ്റെയും മുസ്ലിമിൻ്റെയും ഷറഹല്ല കാണുക. പിന്നെയോ 4 ഇമാംമാരുടെ കർമ്മശാസ്ത്ര വീക്ഷണങ്ങളാണ് കാണുക. അതാണ് ഇഫ്സാഹിൻ്റെ പ്രത്യേകതയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാം യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന അൽ വസീർ എന്ന് പറയുന്ന മന്ത്രി, നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ എത്ര മന്ത്രിമാരെ വായിക്കുന്നുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ വസീർ എന്ന പേരിൽ ഒരു പണ്ഡിതനെ വായിക്കുന്നത് ആരെയാണ്? ഇബ്നു ഹുബൈറയാണ്. അതെന്തുകൊണ്ട് എന്നുള്ള ഒരു ആലോചനയും ചിന്തയും, അതാണ് നമ്മളുടെ ഏതാനും ചരിത്രങ്ങൾ ഇവിടെ ഞാൻ അനുസ്മരിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇബ്നു ഹുബൈറ ദീനി വിജ്ഞാനം അഭ്യസിക്കുന്നതിലും അത് പകരുന്നതിലും സജീവ ശ്രദ്ധാലുവായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എയിം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ അൽ ഇഫ്സാഹ് എന്ന് പറയുന്ന കിതാബ് അദ്ദേഹം രചിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം മദ്ഹബി ഇമാമിയങ്ങളുടെ വീക്ഷണങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി. 1,00,000 ദീനാർ അദ്ദേഹത്തിന് ആ ഗ്രന്ഥരചനയ്ക്ക് ചെലവ് വന്നു എന്നാണ്. 1,00,000 ദീനാർ. എന്തിന്? അദ്ദേഹം ഇമാംമാരുടെ വീക്ഷണങ്ങൾ ലഭിക്കാൻ. നമുക്കറിയാം ഇമാംമാർ ജീവിച്ചതെന്ന ഇബ്നു ഹുബൈറ 499 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 499 അദ്ദേഹം ജീവിക്കുന്നത്. 499 ജനിക്കുന്നത്. 560 അദ്ദേഹം മരിക്കുന്നത്. ഇമാം ഇബ്നു ഹുബൈറ മരണപ്പെടുന്നത് 560 അദ്ദേഹം മരിക്കണ ചരിത്രം പറയുമ്പോൾ ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ഈ കൊട്ടാര ജോലിയും രാഷ്ട്രത്തിൽ മന്ത്രിസ്ഥാനമൊക്കെ വഹിച്ച് കുറേ കാലം ജീവിച്ചു. 544 തുടങ്ങിയതാണ്. 560 അദ്ദേഹം ഡമസ്കസിലെ ഒരു പള്ളിയിൽ ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ അതിനോടനുബന്ധിച്ചൊരു വലിയ ഈത്തപ്പന ഉണ്ടായിരുന്നു എന്നാണ്. ആ ഈത്തപ്പനയുടെ വിളവ് അത് വലിയൊരു വരുമാനമായിരുന്നു എന്നാണ്, അദ്ദേഹത്തിൻ്റെതായിരുന്നു. അദ്ദേഹം സഹോദരനെ കൂട്ടിയിട്ട് നമുക്കിനി ശിഷ്ടകാലം ഈ വരുമാനം കൊണ്ട് ജീവിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒതുങ്ങിക്കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ഒതുങ്ങിക്കൂടാനുള്ള ജീവിതം തുടങ്ങവേ ഒരു ദിവസം രാത്രി എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് ഛർദിൽ വന്നു. അപ്പോൾ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഡോക്ടർ എന്ത് ചെയ്തു? ഒരു മരുന്ന് അദ്ദേഹത്തിന് കുടിക്കാൻ കൊടുത്തു. ആ മരുന്ന് വിഷമായിരുന്നു എന്നാണ്. ആ ഡോക്ടർ ഈ ഒരു വ്യക്തിയെ വിഷം കൊടുത്തു കൊല്ലുക ചെയ്തത്. അതിൻ്റെ ഒരു കാരണം ഈ ഇമാം അൽ വസീർ ഇബ്നു ഹുബൈറ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, അതിൻ്റെ നിലവാരം, വിശ്വാസം, അതിൻ്റെ ആ ഒരു മികവ്, അത് ആർക്കും അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളിൽ ഏറ്റവും വലുത് അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹം മഹ്മൂദ് നൂറുദ്ദീൻ സംഗിക്ക് ഒരു കത്തെഴുതി. അന്നത്തെ ഒരു അറിയപ്പെട്ട ഭരണാധികാരിയായിരുന്നു മഹ്മൂദ് നൂറുദ്ദീൻ സംഗികൾ ഭരിച്ചിരുന്ന കാലത്ത് ഈ മഹ്മൂദ് നൂറുദ്ദീൻ അദ്ദേഹത്തിന് എഴുതിയത് ഉബൈദികളെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കാനായിരുന്നു. അതിനൊരു സൈനിക പടയോട്ടം അനിവാര്യമായ സമയമാണെന്ന് ഇബ്നു ഹുബൈറ എഴുതി. അങ്ങനെ നൂറുദ്ദീൻ സംഗിയും സലാഹുദ്ദീൻ അയ്യൂബിയും കൂടി ഉബൈദികളെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കുകയും അവരുടെ ചരിത്രം അവസാനിപ്പിക്കുകയും ചെയ്തു. അവരെ നാമാവശേഷമാക്കി. നമുക്കറിയാം ഉബൈദികൾ ആരാണ് എന്ന്. ഇതിലെ ഇസ്ലാമിക നാടുകളിൽ എല്ലാവിധ അന്ധവിശ്വാസാനാചാരങ്ങളെയും പ്രചരിപ്പിച്ച് വിശ്വാസികളുടെ വിശ്വാസം താറുമാറാക്കി, സഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ പോലും ലഅനത്ത് പരസ്യമായി മിമ്പറുകളിൽ നിർവഹിക്കാൻ കൽപ്പിച്ചിരുന്ന ഉബൈദി ഭരണാധികാരികൾക്ക് സുജൂദ് വരെ നിയമമാക്കിയിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഉബൈദികൾ. നബി കുടുംബത്തിലേക്ക് അവർ തങ്ങളെ വ്യാജമായി ചേർത്ത് ജനശ്രദ്ധ പിടിച്ചു പറ്റാനും ആളുകളുടെ സ്വാധീനം കിട്ടാനും കുറേ മൗലിദുകൾ, മീലാദുൻ നബി അടക്കം ഉദ്ഘടിച്ചവരാണ് ആര്? ഉബൈദികൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നാടുകളിൽ ഒരു വൈറസ് അതായിരുന്നു ഉബൈദി ഭരണകൂടം. അതിനെ മുറിച്ചു മാറ്റുക, അറുത്തു മാറ്റുക എന്നുള്ളത് ക്ഷിപ്രസാധ്യമായിരുന്നില്ല. പക്ഷേ ഈ ഒരു മന്ത്രിയുടെ ഇടപെടലും
വളരെ സാത്വികനായിരുന്ന നൂറുദ്ദീൻ സംഘിയുടെ ആത്മാർത്ഥമായ പരിശ്രമം, സലാഹുദ്ദീൻ അൽ അയ്യൂബിയുടെ ധീരത, ഇതൊക്കെ ഒത്ത് അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഈ ഉബൈദികളെ അദ്ദേഹം പടികടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സേവനം. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഇബ്നു ഹുബൈറക്ക് വിഷ കൊടുത്തത് മരുന്ന് കൊടുക്കുന്നതിന് പകരം. ആ വിഷം തീണ്ടി ഇബ്നു ഹുബൈറ മരണപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ വിഷം കൊടുത്ത ഡോക്ടർ പിടിക്കപ്പെട്ടു. 6 മാസം അയാൾക്ക് ശിക്ഷയായിട്ട് വിഷമായിരുന്നു കൊടുത്തിരുന്നത് എന്നുള്ളതാണ്. അയാളും 6 മാസത്തിനപ്പുറം താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ആ വൈദ്യനും നശിക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാം ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 499 ജനിച്ച് 560 മരണപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മരണത്തിനിടയാക്കിയ ചരിത്രമാണ് ഞാനിവിടെ ഉണർത്തിയത്. ഇബ്നു ഹുബൈറ ഇന്നും അൽ വസീർ എന്ന പേരിൽ പണ്ഡിതന്മാർക്കിടയിൽ ജീവിക്കുന്നു, ഗ്രന്ഥശേഖരങ്ങളിൽ ജീവിക്കുന്നു. വ്യക്തികളുടെ ചരിത്രം അതിഗംഭീരമായി രേഖപ്പെടുത്തിയതിൽ അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹമാക്കിയത് എന്തൊക്കെ എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് നമ്മൾ കേട്ടത്, ഇനി തുടർന്ന് കേൾക്കുവാൻ പോകുന്നത്. അബൂ മുഹമ്മദ് അൽ അശീരി അൽ മാലിക്കി എന്ന് പറഞ്ഞ് മാലിക്കി മദ്ഹബിൽ ഒരു പ്രസിദ്ധ പണ്ഡിതൻ ഉണ്ടായിരുന്നു. മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതൻ. നമ്മൾ പറഞ്ഞു വെച്ചൊരു വിഷയം നമുക്കറിയാം. 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയോടുകൂടി 4 മദ്ഹബിൻ്റെ ഇമാമുകളുടെയും ചരിത്രം, അവരുടെ ജീവിതകാലം അങ്ങനെയാണല്ലോ കഴിയുന്നുണ്ട്. ഹിജ്റാബ്ദം 246 ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അവസാനം ജീവിച്ച ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. 246 ഇബ്നു ഹുബൈറ 499 ജനിക്കുന്നത് തന്നെ. അപ്പോൾ കുറേ വ്യത്യാസമുണ്ട്. 2.5 നൂറ്റാണ്ടോളം ഇവർ തമ്മിൽ, മദ്ഹബിൻ്റെ ഇമാമന്മാരും ഇബ്നു ഹുബൈറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇമാം ഇബ്നു ഹുബൈറ ഒരു മസ്അല പറഞ്ഞ് അദ്ദേഹത്തിന് വിദ്വൽ സദസ്സിൽ. എന്താ മസ്അല? 4 മദ്ഹബിൻ്റെ ഇമാംമാരിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ മാത്രം വേറിട്ട് പറഞ്ഞ ഒരു മസ്അല. ഇമാം ഷാഫിക്കും ഇമാം അബൂ ഹനീഫക്കും ഇമാം മാലിക്കിനും റഹ്മത്തുള്ളാഹി അലൽ ജമീ ആ മസ്അലയിൽ ഒരഭിപ്രായവും ഇമാം അഹ്മദിന് മറ്റൊരഭിപ്രായമാണ്. അപ്പോൾ ഒരു അഭിപ്രായം, ആ ഒരു മസ്അല അദ്ദേഹം സദസ്സിലെടുത്തിട്ട്, അപ്പോൾ ഉടനെ മാലിക്കി മദ്ഹബിൽ വിശ്രുതനായ അബൂ മുഹമ്മദ് അൽ അശീരി അൽ മാലിക്കി എഴുന്നേറ്റിട്ട് പറഞ്ഞ്, ഇമാം അഹ്മദിന് മാത്രമല്ല ആ ഒരു അഭിപ്രായം ഉള്ളത്, ഇമാം അഹ്മദിന് മാത്രമല്ല ആ ഒരു അഭിപ്രായം ഉള്ളത്, ഇമാം മാലിക്കിനും അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട്, അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. ആര്? അബൂ മുഹമ്മദ് അൽ അശീരി. അപ്പോൾ ഇമാം ഇബ്നു ഹുബൈറയെ സംബന്ധിച്ചിടത്തോളം, അൽ വസീർ ഇബ്നു ഹുബൈറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചില്ലറക്കാരനല്ല, മന്ത്രിയാണ്. അദ്ദേഹം ചെയ്ത് മാലിക്കി മദ്ഹബിലെ പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി. മാലിക്കി മദ്ഹബിലെ രചനകളും കൊണ്ടുവരുത്തി. അൽ മുദവ്വൻ അൽ കുബ്ര പോലുള്ളതായ ബൃഹത്തായ രചനകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ രചനകൾ പരിശോധിച്ച് പണ്ഡിതന്മാരോട് അഭിപ്രായം ആരാഞ്ഞ് എല്ലാവരും പറഞ്ഞ് ഇമാം മാലിക്കിന് അങ്ങനെ ഒരു അഭിപ്രായമല്ല, അത് ഇമാം അഹ്മദിൻ്റെ മാത്രം ഒരഭിപ്രായമാണ്. മസല എന്തോ ആട്ടെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ മസല ഇവിടെ ഉണർത്താത്തത്. അപ്പോൾ എന്ത് ചെയ്ത്, ഇബ്നു ഹുബൈറയാണ് പറഞ്ഞത് ശരി എന്നുള്ളത് വന്നു. അബൂ മുഹമ്മദ് അൽ അശീരി അൽ മാലിക്കി പറഞ്ഞത് ശരിയല്ല എന്ന് വന്നു. പക്ഷെ അദ്ദേഹം പിടിവിടൂല. അദ്ദേഹം താൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്നതിൽ വാശി പിടിച്ചു അബൂ മുഹമ്മദ് അൽ അശീരി. അപ്പോൾ ഇബ്നു ഹുബൈറ അൽ വസീർ അദ്ദേഹത്തോട് പ്രയോഗം നടത്തി. ആ ബഹീമത്തുൻ അൻത്, ബഹീമ പറഞ്ഞെന്താ? മൃഗം എന്നർത്ഥം. നിങ്ങളൊരു മൃഗമാണോ എന്ന് ചോദിച്ച്. നമ്മളെ നാട്ടിലൊക്കെ നാടന്മാരാണെങ്കിൽ ചോദിക്കാൻ ഒരു പോത്താണെന്നാ അല്ലേ? പക്ഷേ അറബിയിൽ അങ്ങനെ ഒരു പ്രയോഗം, ആ ബഹീമത്തുൻ അൻത് എന്നൊരു പ്രയോഗം നടത്തി. ശരി, അതെന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ദുഷ്ശാഠ്യം കാരണത്താൽ പറഞ്ഞു പോയതാണ്. സദസ്സ് പിരിഞ്ഞു. ഇബ്നു ഹുബൈറയുടെ സദസ്സ് എല്ലാ ദിവസവും ഉണ്ട്. ആ സദസ്സ് അന്ന് പിരിഞ്ഞു. പക്ഷേ ഇബ്നു ഹുബൈറ മന്ത്രിയാണ്,
അബ്ബാസി ഖിലാഫത്തിൽ ഉന്നതീയ സ്ഥാനം വഹിക്കുന്ന മഹാനാണ്. എന്നാൽ ഇബ്നു ഹുബൈറക്ക് ആ ഒരു പ്രയോഗം നടത്തിയതിൽ വലിയ വിഷമമുണ്ടായി എന്നാണ്. പിറ്റേ ദിവസം വിജ്ഞാന സദസ്സ് കൂടിയപ്പോൾ ഇബ്നു ഹുബൈറയുടെ സദസ്സിൻ്റെ പ്രത്യേകത അതിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, പിന്നെ പണ്ഡിതർ വരെ സമ്മേളിക്കുമെന്നുള്ളതാണ്. നല്ല ഒരു തികവുറ്റ പണ്ഡിതനായിരുന്നു ഇബ്നു ഹുബൈറ. കൂട്ടത്തിൽ ആരുമുണ്ട്? അബു മുഹമ്മദ് അൽ അശീരി ഉണ്ട്, മറ്റു പല പണ്ഡിതരുമുണ്ട്. ഇബ്നു ഹുബൈറ വന്നിട്ട് ആദ്യം ആ സദസ്സിൽ പറഞ്ഞത് അൽ ഖിസാസ് അൽ ഖിസാസ് എന്നാണ്. എന്താ അൽ ഖിസാസ്? പ്രതിക്രിയ. എന്ത് പ്രതിക്രിയ? ഇന്നലെ ഞാൻ അബു മുഹമ്മദ് അൽ അശീരിയോട് ബഹീമത്തുൻ അൻത എന്ന് പ്രയോഗിച്ചില്ലേ, അതിന് അദ്ദേഹം എന്നെ തിരിച്ച് അത് പറയണം. അതാണ് പ്രതിക്രിയ. എന്നെ തിരിച്ച് വിളിക്കണം. അപ്പം സദസ്സ് കൂട്ടാക്കിയില്ല. സദസ്സിൻ്റെ ഗുരുവല്ലേ, പിന്നെ ഉന്നതീയ സ്ഥാനം വഹിക്കുന്നൊരു വസീറല്ലേ, മന്ത്രിയല്ലേ, അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുക ജനസമക്ഷം എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടില്ല. അത് വിളിക്കണം എന്നാണ്. അപ്പോൾ അബു മുഹമ്മദ് അൽ അശീരി ഇബ്നു ഹുബൈറയുടെ ഈ വിനയം കണ്ട് കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിളിക്കൂല, എനിക്ക് ഖിസാസ് വേണ്ട, ഞാൻ വിളിക്കൂല. അവസാനം ക്ലാസ് നടക്കണില്ല, ആളുകൾ കരയുന്നു. ഇബ്നു ഹുബൈറ ഖിസാസ് വേണമെന്ന് ശാഠ്യം പിടിക്കുന്നു. അബു മുഹമ്മദ് അൽ അശീരി ഞാൻ വിളിക്കൂല എന്ന് പറയുന്നു. എന്താ സംഭവിച്ചത്? കൂട്ടത്തിൽ പണ്ഡിതൻ ഇടപെട്ടിട്ട് പറഞ്ഞ്, ഖിസാസിന് സമ്മതിക്കുന്നില്ല എങ്കിൽ, ഖിസാസ് വേണ്ട എന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ദിയുണ്ട്. ദിയ എന്താ? ദിയ ദായധനുണ്ട്. ഖിസാസ് വേണ്ട എന്നാണ് അബൂ മുഹമ്മദ് പറയുന്നത് എങ്കിൽ അദ്ദേഹം ദായധനം അറിയിക്കുന്നുണ്ട്, എന്നാൽ അത് കൊടുത്താൽ മതി എന്നാണ്. അപ്പം എന്താ ദായധനം? നമുക്കറിയാം, ഇപ്പോൾ ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ദായധനം ഇത്രയാണ്, അവയവം പോയിട്ടുണ്ടെങ്കിൽ ദായധനം എത്രയാണ്. പക്ഷെ ഇത് ഒരു പേര് വിളിച്ചതാണ്. അതിനെന്താ ദായധനം? അപ്പം ചോദിച്ചു, എന്ത് ദായധനം വേണം? അപ്പം അദ്ദേഹം എന്ത് പറയും? ആരോടാ ഈ പറയണത്? അവസാനം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കടബാധ്യത. അദ്ദേഹം സിറിയയിലെത്തിയിട്ട് ഇത്ര കടം എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിയപ്പോൾ അത് 1,00,000 എന്നാണ്. 1,00,000. 1,00,000 കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. 1,00,000 ദീനാർ അല്ലെങ്കിൽ ദിർഹം അത് കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ അബു മുഹമ്മദ് അൽ അശീരിക്ക് ഈ ഒരു വിളിക്ക് പകരം കൊടുത്തത് 1,00,000. അബു മുഹമ്മദ് അൽ അശീരി എണ്ണി നോക്കിയപ്പോൾ 2,00,000. വിധിച്ചത് 1,00,000, പക്ഷെ എണ്ണി നോക്കുമ്പോൾ 2,00,000. അപ്പം ഇതെന്താ 2,00,000 എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങളുടെ കടം വീടാൻ 1,00,000, എൻ്റെ കടം വീടാൻ വേറെ 1,00,000. അതാണ് ഇബ്നു ഹുബൈറയുടെ കടം. എന്താ? അദ്ദേഹത്തെ ബഹീമത്തിന് എന്ന് വിളിച്ച്, അതൊരു വലിയ കടമാണ്. അത് വീടാനാണ് 1,00,000. നിങ്ങൾ ആളുകളോട് വാങ്ങിയ കുറേ കടങ്ങളുണ്ട്, അത് വീടാൻ വേറൊരു 1,00,000. അങ്ങനെ 2,00,000 കൊടുത്തു എന്നാണ് ആര്? ഇമാം അൽ വസീർ ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാണ്. നോക്കണം, ഇത് ജനസമക്ഷം ആ ഒരു മഹാരഥൻ്റെ വിനയവും, അദ്ദേഹം പറയുമ്പോൾ ആ ഒരു സദസ്സിനെ നോക്കുകയാണ് എങ്കിൽ, അദ്ദേഹത്തിന് ആ ഒരു ദുശ്ശാഠ്യം നോക്കുകയാണ് എങ്കിൽ, മറ്റു പണ്ഡിതന്മാരുടെയൊക്കെ ഇടപെടലിനും അപ്പുറവും അദ്ദേഹം ആ ദുശ്ശാഠ്യത്തിൽ തുടർന്നപ്പോൾ അങ്ങനെ ഒരു വിളി നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു കുറ്റമായിട്ട് പറയാവതല്ല. പക്ഷെ എന്നാലും ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന ആ മഹാന്റെ ഒരു വ്യക്തിത്വം അതാണ് ഇവിടെ ഉണർത്തുന്നത്. ഇമാം ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു ഹുബൈറയുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഒരു അത്ഭുത ചരിത്രം പറയുന്നുണ്ട്. അതെന്താ അറിയോ? ഇബ്നു ഹുബൈറ ആളുകൾക്ക് അൽ ഇഫ്സാഹ് വിശദീകരിക്കുകയാണ്. എന്താ അൽ ഇഫ്സാഹ്? അദ്ദേഹത്തിൻ്റെ രചനയായ അൽ ഇഫ്സാഹ് അൻ മആനി സിഹാഹ് എന്ന് പറയുന്ന കിതാബ് വിശദീകരിക്കുകയാണ്. വലിയ വിജ്ഞാന സദസ്സാണ്. നല്ല ഒരു ധന്യമായ സദസ്സിൽ അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോണ്ട് കുറേ ആളുകൾ ഒരാളെ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. കുറേ ആളുകൾ ഒരു മനുഷ്യനെ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് വസീർ ഇബ്നു ഹുബൈറയുടെ മുന്നിൽ നിർത്തി. അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രമല്ല, പിന്നെ കൊട്ടാരത്തിലെ വസീർ കൂടിയാണ്, മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടെന്ന ഒരാൾ. അപ്പോൾ എന്താ പ്രശ്നം ചോദിച്ച്. പ്രശ്നം, ഇദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളെ വധിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കൊണ്ടുവരപ്പെടുന്ന ആളാരാ? ഘാതകനാണ്, കൊലയാളിയാണ്. ഒരു കൊലയാളിനെ കൊണ്ടുവരികയാണ്. ഇയാൾ ഞങ്ങളെ കുടുംബത്തിൽ ഒരാളെ കൊന്നിരിക്കുന്നു.
അപ്പോൾ ചെറിയ പ്രശ്നമല്ല. അപ്പോൾ ഇബ്നു ഹുബൈറ ചോദിച്ച് അയാളോട്, അവർ പറയുന്നത് നിങ്ങൾ അവരുടെ കുടുംബത്തിലെ ഒരാളെ കൊന്നു എന്നാണ്, നിങ്ങളങ്ങനെ കൊന്നിട്ടുണ്ടോ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കൊന്നിട്ടുണ്ട്. ഞാനും ഇവരുടെ കുടുംബത്തിലൊരു മെമ്പറും തമ്മിൽ വാക്ക് തർക്കം നടന്നു, തർക്കം മൂർജിച്ചു, അതിനാൽ ഞാൻ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പ്രശ്നം എന്തായി? ഇയാൾ എഗ്രി ചെയ്തു കൊന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞ്, ഇയാൾ നിങ്ങളുടെ മുമ്പിൽ കൊലക്കുറ്റം സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇയാളെ ഞങ്ങൾക്ക് ഖിസാസ് നടത്തണം, അതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പ്രതിക്രിയ ഇയാളിൽ നടത്തണം, കൊല്ലണം, അതുകൊണ്ട് ഇയാളെ വിട്ടുതരണം എന്ന് വസീറിനോട്, വസീർ ഇബ്നു ഹുബൈറയോട്. അപ്പോൾ ഇബ്നു ഹുബൈറ അവരോട് പറഞ്ഞ്, അയാൾ നിങ്ങളുടെ പിടുത്തത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ഞാൻ നിങ്ങൾക്ക് 600 ദീനാർ തരാം, 600 ദീനാർ, നിങ്ങൾ അയാളെ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ അയാളെ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്ത്? അതിന് സമ്മതിച്ചു. കാരണം അവർ അയാളുടെ ജീവൻ അവരുടെ കയ്യിലാണ്. കാരണം അവർക്കാണ് ഇനി അയാൾ ജീവിക്കണോ കൊല ചെയ്യപ്പെടണോ തീരുമാനിക്കാൻ അവകാശം. മൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന. ഒരാൾ മർദ്ദിതനായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾക്കാണ് ഘാതകനിൽ അവകാശമുള്ളത്. അയാളെ വെറുതെ വിടണോ അതല്ല കൊല്ലണോ എന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ വസീറിന് പറയാൻ അവകാശമല്ല, ഇങ്ങോട്ട് തരീന്ന്. ഞാൻ നിങ്ങൾക്ക് 600 ദീനാർ തരാം, നിങ്ങൾ എനിക്ക് അയാളെ വിട്ടു തരൂ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ എഗ്രി ചെയ്ത്. അപ്പോൾ 600 ദീനാർ അവർക്ക് ദായധനമായി നൽകി ആ മനുഷ്യനെ രക്ഷപ്പെടുത്തി. ആര്? ഇമാം ഇബ്നു ഹുബൈറ സദസ്സിൽ. കഥ അവിടെ അവസാനിക്കണില്ല അല്ലേ? അങ്ങനെ ഇയാളെ വിട്ടുകിട്ടി. ഉടൻ ഇമാം അൽ വസീർ ഇബ്നു ഹുബൈറ 50 ദീനാർ എടുത്തിട്ട് അയാൾക്ക് കൊടുത്ത്. 50 ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല, ഇന്നത്തെ ദീനാറല്ല, അന്നത്തെ ദീനാർ. അത് സ്വർണ്ണ നാണയ. അബ്ബാസി ഖിലാഫത്തിലാണ്, അതിന് നല്ല വാല്യൂ ഉണ്ട്. 50 ദീനാറും കൊടുത്ത്. ആർക്ക്? ഈ ഘാതകന്. അപ്പം ആളുകൾ സദസ്സെന്ന് പറഞ്ഞ്, ഇമാം നിങ്ങൾ അയാളെ ജീവൻ രക്ഷപ്പെടുത്തി ഒന്ന്, അതിന് 600 ദീനാർ നിങ്ങളെ വക കൊടുത്ത്, പിന്നെ നിങ്ങളൊരു 50 ദീനാറും കൊടുത്ത്. ഭയങ്കര നിങ്ങൾ ബാലഗത ഫിൽ ഇഹ്സാൻ, അയാൾക്കുള്ള ആ ഒരു സൽപെരുമാറ്റത്തിൽ നിങ്ങളൊരു ഭയങ്കര സമീപനാണ് നടത്തിയതെന്ന് പറഞ്ഞ്. അപ്പോൾ ഇബ്നു ഹുബൈറ പറയാണ്, നിങ്ങൾക്കറിയാം എൻ്റെ ഈ വലത്തെ കണ്ണിന് കാഴ്ചയല്ല എന്നുള്ള വിവരം. ഇബ്നു ഹുബൈറയുടെ വലത്തെ കണ്ണിന് കാഴ്ചയല്ല, ആ വിവരം നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ ആർക്കും അറിയില്ല അത്. ഈ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വലത് കണ്ണിന് കാഴ്ചയല്ല, അത് ആളുകൾക്കറിയില്ല. എൻ്റെ വലത് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള വിവരം നിങ്ങൾക്കറിയോ? ഇല്ലായിരുന്നു. അപ്പോൾ ഇബ്നു ഹുബൈറ പറയാണ്, ആ കാഴ്ച കെടുത്തിയത് ഈ മനുഷ്യനാണ്. ആര്? ഈ ഘാതകൻ. ഇയാൾ കൊല്ലുന്ന ആൾ മാത്രമല്ല, പിന്നെയോ വേറെ കുറേ കലാപരിപാടികളുള്ള ആളാണ് എന്നുള്ളതാണ് ഇബ്നു ഹുബൈറ പറയുന്നത്. അപ്പം അതെന്താ വിഷയം? അദ്ദേഹം പറയട്ടെ, ഞാൻ വിജ്ഞാനം പഠിച്ചു തുടങ്ങിയ കാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പഴക്കൊട്ട ഏറ്റിയിട്ട് വന്നു. പഴക്കൊട്ട ഏറ്റി വന്ന് പഴം ഇറക്കി വെച്ച്, എന്നിട്ട് അയാൾ വിൽപ്പന നടത്തി പോകാൻ നേരത്തെ ഈ പഴക്കൊട്ട തലയ്ക്ക് തിരിച്ചേറ്റണം. അപ്പം എന്നോട് പറഞ്ഞ് ഈ കൊട്ടൊന്ന് തലയ്ക്ക് കയറ്റി തരുമെന്ന്, അന്ന് ചെറുപ്പത്തിൽ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണം ആ സമയത്ത് ഞാൻ എന്ത് ചെയ്ത്? അത് സമ്മതിച്ചില്ല, ഞാനത് കൂട്ടാക്കിയില്ല. അപ്പം അയാൾ അതിനൊരു പഴം എടുത്തിട്ടൊരു ഒറ്റ ഏറാണ്. അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച അങ്ങനെയാണ് പോയത്. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അതോടുകൂടി ഇന്നത്തെ മാതിരിയല്ല, അന്ന് വൈദ്യശാസ്ത്രം പുരോഗതി പറ്റൊരു കാലമൊന്നുമല്ല, കാഴ്ച പോയാൽ പോവുകന്നെ. അങ്ങനെ ആ ഏറിൽ കാഴ്ച പോയതാണ് ഈ കണ്ണിന്. മനസ്സിലല്ലേ? അന്ന് എറിഞ്ഞ് പാഞ്ഞ ആളാണ് ഇപ്പോഴാണ് കാണുന്നത്. അതാണ് വിഷയം. അന്ന് എറിഞ്ഞ് പാഞ്ഞ വ്യക്തിയാണ് ഞാൻ, പിന്നെ അയാളെ കാണുന്നത് ഇപ്പോഴാണ്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാമെന്ന് തീരുമാനിച്ചു എന്നാണ് ഇമാം ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതെന്നാണ്. ആ വിഷയത്തിൽ ആളുകളെ ഉണർത്തുകയുണ്ട്. ഞാൻ പറഞ്ഞത് വെച്ചാൽ അദ്ദേഹം അൽ വസീറാണ്. അൽ വസീർ എന്ന് പറഞ്ഞാൽ അൽ മുഖ്തഫീൽ അംരില്ല എന്ന ഖലീഫയുടെ, അതിനുശേഷം മുഖ്തഫീൽ അംരില്ല മരിച്ചപ്പോൾ പിന്നെ മുസ്തൻജിദ് ബില്ല ഖലീഫയായി. ഇതല്ലേ? ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം അടുത്ത ഭരണാധികാരിയും തുടർത്തി എന്നുള്ളതാണ്. സാധാരണ ഭരണം മാറുമ്പോൾ എന്ത് ചെയ്യും? ആകപ്പാടെ ഒരു മാറ്റിമറിച്ചിലുണ്ടാവും. പക്ഷേ
ഈ മന്ത്രിയെ മാറ്റാതെ അടുത്ത ഖലീഫയും തുടർത്തി. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതായിരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിത്വം, ഈ ഒരു സ്ഥാനം, ഈ ഒരു ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന അൽ വസീർ മന്ത്രിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞത് എന്നുള്ളതാണ്. മൻ തവാദഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയപ്പെട്ടാൽ അള്ളാഹു അയാളെ ഉയർത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് കേട്ടോ. ഇവരൊക്കെ മരിച്ചു, മൺമറഞ്ഞു. ഹലകു വമാതു വഗുയ്യിബ ഫി തുറാബി ജിബാഹുഹും വന്നശുർ മിസ്കും വൽ ഇളാമു റമീമു. കവി പറഞ്ഞില്ലേ, മരിച്ചു, മൺമറഞ്ഞു, എല്ലുകൾ അസ്ഥിപഞ്ചരായി. പക്ഷേ ആ അസ്ഥിപഞ്ചരമായ എല്ലുകൾ എടുത്ത് മണത്തിട്ടുണ്ടെങ്കിൽ കസ്തൂരിയുടെ നറുമണം എന്ന് പറഞ്ഞില്ലേ, അതാണ് അവരുടെ ചരിത്രം, അതിൻ്റെ പ്രത്യേകത. ഇമാം ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിജ്ഞാനത്തെ അനുസ്മരിക്കുന്ന കുറേ മസ്അലകൾ നമുക്ക് വായിക്കാനുണ്ട്. സൂറത്ത് ഹിജ്റിൽ നമ്മൾ ഇബ്ലീസ് ആദമിന് സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശാപം അന്ത്യനാൾ വരേക്കും പറയുന്നുണ്ട്. ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ അല്ലേ? അപ്പം ഇബ്ലീസ് അള്ളാഹിനോട് പറയുന്നുണ്ട്, റബ്ബി അരിൻ ഖാല റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. റബ്ബേ, നീ എനിക്ക് കാലതാമസം തരണം അന്ത്യനാൾ വരേക്കും, അന്ത്യനാൾ വരേക്കും എന്നെ മരിപ്പിക്കാതെ നിലനിർത്തണം എന്ന് പറയുന്നുണ്ട്. ശരി, അപ്പോൾ അവിടെ റബ്ബി അൻദിർനി എന്നാണ്, റബ്ബേ എനിക്ക് നീ കാലതാമസം തരണം എന്നാണ്. എല്ലാവരും എന്താ പറയുക? ഇബ്ലീസ് പ്രാർത്ഥിച്ചു, അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നാ പറയാ. എന്താ അതിൻ്റെ പ്രതികരണം? എന്താ അള്ളാഹു പറഞ്ഞു? ഖാല ഇന്നക മിനൽ മുൻദരീൻ. അള്ളാഹു പറഞ്ഞു, തീർച്ചയായും നീ മുൻദരീങ്ങളിൽപ്പെട്ടവനാണ്. മുൻദരീൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലതാമസം നൽകപ്പെട്ടവൻ എന്നാണ്. റബ്ബിനെ ഇബ്ലീസ് വിളിച്ചു, അപ്പോൾ റബ്ബ് ഇബ്ലീസിൻ്റെ വിളി അതിന് ഉത്തരം നൽകിയെന്നാണ് മനസ്സിലാക്കുക. നമ്മളൊക്കെ അങ്ങനെ മനസ്സിലാക്കിയത്. ഇബ്നു ഹുബൈറയുടെ തഫ്സീർ നോക്കിയപ്പോഴാണ് അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹു ഉത്തരം നൽകാൻ മാത്രം കറാമത്തുള്ള ആളല്ലാരും ഇബ്ലീസ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ ഈ ഒരു വിളിക്ക് അള്ളാഹു ജവാബ് നൽകിയിട്ടില്ല. അള്ളാഹു അതൊരു പ്രാർത്ഥന എന്ന നിലക്ക് ഉത്തരം നൽകിയിട്ടില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രസ്താവന നടത്തുക ചെയ്തത്. അതെന്താ? ഖാല ഇന്നക മിനൽ മുൻദരീൻ. നീ മുൻദരീങ്ങളിൽപ്പെട്ടവനാണ് എന്നാ പറഞ്ഞത്. അന്ത്യനാൾ വരേക്കും കാവലതാമസം നൽകപ്പെട്ടവരിൽ ഒരാളാണ് നീ എന്ന് പറയാണ് അള്ളാഹു ചെയ്തത്. അതൊരു പ്രസ്താവനയാണ്. ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു ഇവിടെ മരിക്കാതെ ജീവിതം പറഞ്ഞ, ദുനിയാവിൽ ജീവിതം പറഞ്ഞ ആളുകളിൽ ഒരാളാണ് നീ എന്നാണ്. അത് അവിടെ അള്ളാഹു രേഖപ്പെടുത്തിയത് എടുത്തുദ്ധരിക്കുക മാത്രമേ ചെയ്തത്. അല്ലാതെ ഇബ്ലീസിന്റെ ദുആ കേട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്തരം നൽകിയിട്ടില്ല. അങ്ങനെ കറാമത്തുള്ള ഒരാളല്ല ആര്? ഇബ്ലീസ്. പറഞ്ഞത് മനസ്സിലാണ്ടോ? ദുആ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദുആ കബൂലാക്കിയിട്ട് അതിന് ജവാബ് നൽകണമെങ്കിൽ ഈ ദുആ ഇരിക്കുന്നവൻക്ക് അള്ളാഹിൻ്റെ അടുത്ത് എന്തെങ്കിലും സ്ഥാനം വേണ്ടേ? അങ്ങനെ ഒരു സ്ഥാനമുള്ള വ്യക്തിയല്ല ഇബ്ലീസ്. അതുകൊണ്ട് ഇബ്ലീസിന് ഒരിക്കലും അള്ളാഹു അവൻ്റെ ദുആക്ക് ജവാബ് നൽകിയിട്ടില്ല. അങ്ങനെ ജവാബ് നൽകാൻ യോഗ്യനുമല്ല ഇബ്ലീസ്. പിന്നെ എന്താ ഈ ഇന്നക മിനൽ മുൻദരീൻ എന്ന് പറഞ്ഞത്? അത് അള്ളാഹു അവൻ്റെ ലൗഹിൽ എഴുതിയ ഒരു വിവരം അത് പ്രസ്താവിക്കുക മാത്രമേ ചെയ്തത്. നീ കാലതാമസം നൽകപ്പെട്ടവരിൽ ഒരാളാണ് എന്ന് അള്ളാഹു അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മനസ്സിലായേ? അത് ഇബ്നു ഹുബൈറയുടെ ഒരു വീക്ഷണം. അത് രേഖപ്പെടുത്തിയത്, തഫ്സീറുകൾ രേഖപ്പെടുത്തിയത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇബ്നു ഹുബൈറയുടെ കുറേ ധിഷണപരമായ വൈജ്ഞാനികമായ അവതരണങ്ങൾ ഇതുപോലെ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഒരിക്കൽ അദ്ദേഹം ഹദീസ് വിശദീകരിക്കുകയാണ്. ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ച ഒരു വ്യക്തി തുമ്മിയപ്പോൾ അൽഹംദുലില്ലാഹി
ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞു. ആ സംഭവത്തിൽ എന്താ? ബേക്കുന്നൊരു വ്യക്തി തുറക്കനെ പറഞ്ഞു അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ മുബാറകൻ ഹംദൻ തയ്യിബൻ കസീറൻ മുബാറകൻ ഫീഹി ഉറക്കനെ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മനിൽ ഖായിലു കദാ വകദാ. നിസ്കരിച്ചപ്പോൾ ആരാ ബേക്കെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എന്ത് പറഞ്ഞത്? അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ ഫീഹി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വ്യക്തി പേടിച്ചിരുന്നു ശരിക്ക്. കാരണം നിസ്കാരത്തിൽ വേണ്ടാത്തരം പറഞ്ഞു എന്നുള്ള നിലക്കാണ് അദ്ദേഹം പേടിച്ചത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റഅയ്തു ബിദഅതൻ വസലാസീന മലക്കൻ യബ്തദിറൂനഹ എന്നാണ്. 30 ചില്ലാനം മലക്കുകൾ ആ വചനം ആദ്യമെടുത്ത് റബ്ബിങ്കലേക്ക് എത്തിക്കുവാൻ മത്സരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ചിലർ തുമ്മിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ഒന്നുമില്ല, ഇങ്ങനെ ഒന്ന് തുടച്ചുകാണ്ട് ഉഷാറാവും. ഞാൻ ഇവിടെ തന്നെ ഉണർത്തിയിട്ടുണ്ട്. അറബികൾ 2 ആളുകൾ തുമ്മിയിട്ട്, ഒരാൾ തുമ്മിയിട്ട് അയാം സോറി നടത്തവനോട്, മറ്റോൻ ഡോണ്ട് പറയുന്നു. അവിടേക്ക് എത്തി അൽഹംദുലില്ലാഹി റഹ്മുക്കല്ലാഹ്. അങ്ങനത്തെ ഈ തശ്മീത്തുൽ ആതിസ് നഷ്ടപ്പെട്ട ഒരു ദുരവസ്ഥ. ഏതായാലും വിഷയം എന്താ? ആ വ്യക്തി അൽഹംദുലില്ലാഹി ഹംദൻ തയ്യിബൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറഞ്ഞ് 30 ചില്ലാനം മലക്കുകൾ മനസ്സിലായി അതെടുക്കാൻ മത്സരിച്ചു എന്നാണ് വിഷയം. ആരും നിരീക്ഷിക്കാത്ത നിരീക്ഷണമാണ് ഇമാം അൽ വസീർ ഇബ്നു ഹുബൈറയുടെ നിരീക്ഷണം. അദ്ദേഹം പറയുന്നത് 30 ചില്ലാനം മലക്കുകൾ അതെടുക്കാൻ മത്സരിച്ചു, അള്ളാഹുവിലേക്ക് ഉയർത്താൻ മത്സരിച്ചു എന്നതിന് ഞാൻ നിരീക്ഷിച്ചു. എന്താ ഒരു 30 ചില്ലാനത്തിൻ്റെ കണക്ക്? എന്താ അങ്ങനെ ഒരു കണക്ക്? അദ്ദേഹം പറയാണ് ഞാൻ ആ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ ഫീഹി എന്നുള്ള ഹംദിൻ്റെ വചനം നിരീക്ഷിച്ചു. അപ്പോൾ അതിൽ അക്ഷരങ്ങൾ എണ്ണി നോക്കുമ്പോൾ 30 ചില്ലാനം അക്ഷരമുണ്ട്. 30 ചില്ലാനം അക്ഷരങ്ങൾ അതിലുണ്ട് അല്ലേ? ഓരോ ആ മലക്കുകൾ കൂട്ടായിട്ട് വന്നു, ഓരോരുത്തരും അതിലെ ഓരോ അക്ഷരങ്ങളാണ് എടുത്തത്. മനസ്സിലല്ലേ? എന്തിന്? റബ്ബിങ്കലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 30 ചില്ലാനം അക്ഷരങ്ങൾ, 30 ചില്ലാനം മലക്കുകൾ, ഓരോ അക്ഷരങ്ങൾ അതുമായി മാനം കയറി അള്ളാഹുവിലേക്ക് എത്തിക്കാൻ എന്നാണ്. അള്ളാഹു അക്ബർ. അതാണ് ഇബ്നു ഹുബൈറയുടെ മനസ്സിലായി ഒരു നിരീക്ഷണം. എത്രമേൽ ഒരു തിരുവചനത്തിൽ മനസ്സ് നട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വായന എന്നുള്ളതാണ്. ശരി. സൂറത്ത് വദ്ദുഹ ഇബ്നു ഹുബൈറ അവിധം നിരീക്ഷിച്ച ഒരു ഭാഗമാണ് സൂറത്ത് ദുഹ. കുറേ ചരിത്രങ്ങളുണ്ട്. സൂറത്ത് ദുഹ അദ്ദേഹം നിരീക്ഷിച്ചിട്ട് അദ്ദേഹം പഠന വിധേയമാക്കിയിട്ട് അദ്ദേഹം പറയാണ് സൂറത്ത് ദുഹയിൽ ലഖദ് തവാലാ ഫീഹാ ഖസമാനി വജവാബാനി മുസ്ബിതാനി വജവാബാനി മുൻഫിയാനി വഖററ ദാലിക ബിനിയാമിൻ സലാസ് വഅത്ബഅഹുന്ന ബിവസായ സലാസ്. സൂറത്ത് ദുഹ അതിൽ 2 സത്യങ്ങൾ, പിന്നെ ആ സത്യം ചെയ്തിട്ട് 2 നിരാകാരങ്ങൾ, 2 സ്ഥിരീകരണങ്ങൾ, പിന്നെ അതിനെ തുടർന്ന് 3 അനുഗ്രഹങ്ങൾ, പിന്നെ ആ 3 അനുഗ്രഹങ്ങളെ തുടർന്നിട്ട് 3 വസീയത്തുകൾ. സൂറത്ത് ദുഹ പല തവണ തഫ്സീർ വായിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്, അതിനെ വിശദീകരിക്കാനും അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വായന ഇബ്നു ഹുബൈറ നടത്തിയത് അത് ഇബ്നു ഹുബൈറയുടെ ചരിത്രം വായിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആ ഒരു നിരീക്ഷണം ഭയങ്കര ഒരു വിഷയമാണ്. നോക്കിയ സൂറത്തു ദുഹ അതിൽ 2 സത്യങ്ങൾ എന്നാണ്, 2 സത്യങ്ങൾ. പിന്നെ ആ സത്യം ചെയ്ത് എന്തിനാ സത്യം ചെയ്യുന്നത്? ഒരു കാര്യം ഉറപ്പിക്കാനാണ്. ഉറപ്പിച്ചിട്ട് 2 നിരാകരണങ്ങളും 2 സ്ഥിരീകരണങ്ങളും എന്നാണ്. പിന്നെ 3 അനുഗ്രഹങ്ങൾ, പിന്നെ അതിനെ തുടർന്ന് 3 വസീയത്തുകൾ. അപ്പോൾ നോക്കുക, സൂറത്ത് ദുഹയിൽ 2 സത്യങ്ങൾ. ഒന്ന് വദ്ദുഹ, ദുഹയാണ് സത്യം. 2 വല്ലൈലി ഇദാ സജ, ഇരുട്ട് അതിൻ്റെ കാളിമ പരത്തിയാൽ ഇരുട്ടാണ് സത്യം. അവ 2 സത്യങ്ങൾ, ലൈല് കൊണ്ടും ദുഹ കൊണ്ടുള്ള 2 സത്യങ്ങൾ. പിന്നെ അതിനെ തുടർന്ന് സത്യം ചെയ്ത് 2 സ്ഥിരീകരണങ്ങളും 2 നിരാകരണങ്ങളും എന്നാണ്. നിരാകരണങ്ങൾ എന്താ? മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നാണ്. സത്യം ചെയ്ത് അള്ളാഹു പറയുന്നത്, പ്രവാചകരെ നിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദേഷ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തിയിട്ടുമില്ല. ഉണ്ട്, അതാണ് 2 നിരാകരണങ്ങൾ. ദേഷ്യപ്പെട്ടിട്ടില്ല, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുമില്ല. പിന്നെ 2 സ്ഥിരീകരണങ്ങൾ എന്താ? വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ഊല,
അതാണ് സ്ഥിരീകരണം ഒന്ന്. നിങ്ങൾക്ക് ആഖിറാണ് ദുനിയാവിനേക്കാൾ ഉത്തമം. അടുത്ത സ്ഥിരീകരണം എന്താ? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ എന്നാണ്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഏകാനിരിക്കുന്നു. റബ്ബ് ഏകിയാൽ നിങ്ങൾ നന്നായി തൃപ്തിപ്പെടും എന്നുള്ളതാണ്. അപ്പം നോക്കി നിങ്ങൾ, രണ്ട് സത്യങ്ങൾ, ആ രണ്ട് സത്യങ്ങളെ തുടർന്ന് രണ്ട് നിരാകരണങ്ങൾ, പിന്നെ അതിനെ തുടർന്ന് രണ്ട് സ്ഥിരീകരണങ്ങൾ, പിന്നെ 3 അനുഗ്രഹങ്ങൾ. എന്താ 3 അനുഗ്രഹങ്ങൾ? അലം യജിദക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്നാണ്. അലം യജിദക യതീമൻ ഫആവ, നിങ്ങളെ മക്കയിൽ ഒരു യതീമായിട്ടാണ് അള്ളാഹു കണ്ടത്. ആ അള്ളാഹു നിങ്ങൾക്ക് അഭയം നൽകി, യതീമിനുള്ള അഭയം. വവജദക ളാല്ലൻ ഫഹദ, നിങ്ങൾക്ക് ഹിദായത്ത് ഉണ്ടായിരുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് ഏകി. അറിവുണ്ടായിരുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് ഏകി, അള്ളാഹു പ്രവാചകനെ അനുഗ്രഹിച്ചു. പിന്നെ വവജദക ആയിലൻ ഫഅഗ്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബിൻ്റെ വീട്ടിലെ ആശ്രിതനായിരുന്നു. റസൂലുള്ള സമ്പന്നനായിരുന്നില്ല. ഖുറൈശികൾക്ക് ആടുകളെ മേച്ച് അവർ കൊടുക്കുന്ന കാശായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യത്തിൽ നിത്യവൃത്തിക്കുള്ള വരുമാനം. അബൂ താലിബിൻ്റെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത്. അപ്പോൾ വവജദക ആയിലൻ ഫഅഗ്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധന്യത നൽകി, ഐശ്വര്യം നൽകി. അതാണ് 3 അനുഗ്രഹങ്ങൾ. പിന്നെ അതിനെ തുടർന്ന് 3 വസീയത്തുകൾ അള്ളാഹു നൽകി. എന്താ വസീയത്ത്? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സായില ഫലാ തൻഹർ വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അതാണ് 3 വസീയത്തുകൾ. എന്താ? ഫഅമ്മൽ യതീം വഅമ്മൽ യതീം ഫലാ തഖ്ഹർ, യതീമിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അടക്കി വാഴരുത്, യതീമിനെ ആദരിക്കണം. വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവൻ, അത് ചോദിച്ചു വരുന്നത് ഏറ്റവും പ്രധാനം ഇൽമാണ്, അറിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് ചോദിക്കപ്പെടാൻ യോഗ്യനാകാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് ദീൻ ചോദിച്ച്, ജ്ഞാനം ചോദിച്ച് ഇനി ആളുകൾ വരിക. അതാണ് പ്രധാനം, സമ്പത്തല്ല, സമ്പത്തും ഉൾപ്പെടും. ചോദിച്ചു വരുന്നവൻ അവരെ അറിവ് പകരാതെ, ചോദിച്ചത് നൽകാതെ വിരട്ടി വിടരുത്, ആട്ടി വിടരുത്. അതാണ് അടുത്ത വസിയ്യത്ത്. വഅമ്മാ ബിനിഅമതി റബ്ബിക്, റബ്ബിൻ്റെ നിഅമത്ത് ഫഹദ്ദിസ്, അത് പറയണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേടി റബ്ബിൻ്റെ നിഅമത്ത് അത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ നിഅമത്ത് അത് പറയണം എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇബ്നു ഹുബൈറ സൂറത്തു ദുഹയെ വായിച്ചത്, നമ്മളൊക്കെ എത്ര കാലം ഓതിയിട്ടുണ്ട് സൂറത്തു ദുഹ? 2 സത്യങ്ങൾ, ആ സത്യങ്ങളിലൂടെ അള്ളാഹു ഉറപ്പിക്കുന്ന 2 നിരാകരണങ്ങൾ, 2 സ്ഥിരീകരണങ്ങൾ, പിന്നെ 3 അനുഗ്രഹങ്ങളെ എണ്ണി, ആ അനുഗ്രഹങ്ങളെ തുടർന്ന് അതിനൊത്ത 3 വസിയത്തുകളെയും അതാണ് സൂറത്തു ദുഹ ഉൾക്കൊണ്ടത് എന്നാണ് ഇമാം ഇബ്നു ഹുബൈറ എന്ന അൽ വസീറിൻ്റെ വായന. മനസ്സിലല്ലേ? കുറേ ചരിത്രങ്ങൾ, കുറേ ഉദാഹരണങ്ങൾ, ഒരു ബൃഹത്തായ ചരിത്രമാണ് ആര്? യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം അൽ വസീറാണ്, ഒരു മഹാനായ മന്ത്രിയാണ്. അദ്ദേഹത്തെ മന്ത്രി കസേരയിലിരുത്താൻ അൽ മുഖ്തഫീലി അംരില്ല എന്ന് പറയുന്ന അബ്ബാസി ഖിലാഫ തീരുമാനിച്ച് അത് വിളംബരം നടത്തി. ആ ദിവസം മന്ത്രി കസാരയിലേക്ക് ഇബ്നു ഹുബൈറ എന്ന മന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ ആനയിക്കാൻ പണ്ഡിതന്മാരുടെ ഒരു വലിയ പടയുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിജ്ഞാനദായികളായ വിദ്യാർത്ഥികളുടെ വലിയൊരു അകമ്പടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് അത് അബ്ബാസികളുടെ ഖിലാഫത്തിൽ വലിയൊരു ഉത്സവ ദിവസമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായി? ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ സദസ്സുകളിൽ മന്ത്രിയായിട്ടും നിർധനർക്കും സാധാരണക്കാർക്കും യഥേഷ്ടം കയറി വരാനും ഇരിക്കാനും പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ ഒരു രസം വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, തമാശ വായിച്ചതെന്ന് വെച്ചാൽ, ഒരു ബ്ലൈൻഡായൊരു മനുഷ്യൻ വന്നു. നിർധനാണ്, സാദ് മിസ്കീൻ, ബ്ലൈൻഡാണ്, കണ്ണിന് കാഴ്ചയില്ല. അങ്ങനെ എല്ലാ ആളുകളും ഇബ്നു ഹുബൈറയുടെ ഔദാര്യത്തിൽ ഇടം കണ്ട് പിരിഞ്ഞുപോയി. എല്ലാവർക്കും കിട്ടിയവരൊക്കെ പോയി. ഈ വൃദ്ധം പോയില്ല. അയാൾ പറയാണ് എൻ്റെ ചെരുപ്പ് പോയിക്കണെന്ന്, എൻ്റെ ചെരുപ്പ് ആരെടുത്തോ എൻ്റെ വയ്ക്കണമെന്ന്. അപ്പോൾ എവിടെയും തിരഞ്ഞു നോക്കിയിട്ട് ചെരുപ്പ് കാണുന്നില്ല. അപ്പോൾ ഇബ്നു ഹുബൈറ മന്ത്രിയാണ്, അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചെരുപ്പിട്ട് വന്നിട്ട് പറഞ്ഞു ഇതായിരിക്കും, ഒരു വിളങ്ങളെ ചെരുപ്പ് ഇതായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ബ്ലൈൻഡാണല്ലോ, അയാൾ ഇങ്ങനെ തപ്പി നോക്കിയിട്ട് ഇത് എൻ്റെ ചെരുപ്പ് തന്നെയെന്ന്. ശരിക്കും അത് മന്ത്രിയുടെ ചെരുപ്പാണ്, നല്ല ഗംഭീര ചെരുപ്പാണ്. അദ്ദേഹം തപ്പി നോക്കിയിട്ട് ഇതിൻ്റെ ചെരുപ്പ് തന്നെയാണ്. അദ്ദേഹം അതിട്ട് പോയി എന്നാണ്.
ഇബ്നു ഹുബൈറ പറയാണ്, ഇതിൻ്റെ ചെരുപ്പന്നെന്ന് പറഞ്ഞ് മൂപ്പര് നിർത്തി. ഇത് മോഷ്ടിച്ച് വെച്ചിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞില്ല, അൽഹംദുലില്ലാ, ഇന്നൊരു മോഷ്ടാവാക്കി ചിത്രീകരിച്ചില്ല എന്ന് ഇബ്നു ഹുബൈറ ആശ്വാസം കൊണ്ടുപോയി എന്നാണ്. കാരണം പക്ഷെ എന്നാലും തൻ്റെ ചെരുപ്പെടുത്താൻ കൊടുക്കണത് മന്ത്രി, എന്നാലും അതിൽ ഒരനിഷ്ടമോ ഒരു വികാരമോ പ്രകടിപ്പിക്കാതെ പെരുമാറി എന്നുള്ളതാണ് ഇബ്നു ഹുബൈറയുടെ ഒരു നേട്ടം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സഹോദരന്മാരെ, നമ്മളിവിടെ അള്ളാഹുവിൻ്റെ അൽ മുഹീ എന്നുള്ള പേരാണ് വിശദീകരിച്ചത്. മനസ്സിലായി? കുറേ പണ്ഡിതന്മാർ അള്ളാഹ്ക്ക് അൽ മുഹീ എന്ന പേരുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പലരും അൽ മുഹീ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പേരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നവനാണ്. അൽ മുഹീ എന്ന് പറഞ്ഞാൽ ജീവിപ്പിക്കുന്നവനാണ്. ജീവിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ പകർന്ന് ജീവൻ നേകുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മരിച്ചതിനെ ജീവിപ്പിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇനി മരിച്ചു കിടക്കുന്നവർ പരലോക കോടതിയിലേക്ക് പുനർജനിക്കാൻ അവരെ ജീവിപ്പിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതോടൊപ്പം ചിലർ ഭൗതികമായി മരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ മരിച്ചാലും അവർ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ദുനിയാവിൽ. അതെന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരെ കടാക്ഷിക്കുന്നതാണ്, അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ജീവിച്ച ജനമനസ്സുകളിൽ ജീവിച്ച ഒരു മഹാരഥനാണ് ഇമാം മുഹമ്മദ് ഇബ്നു യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന അൽ വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രി. അദ്ദേഹം ആളുകൾ സയ്യിദുൽ വുസറ, മന്ത്രിമാരുടെ സയ്യിദാണ് നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യപ്പെടുമോ എന്ന് ഭയന്നിരുന്നു എന്നാണ്. അതുകൊണ്ട് അദ്ദേഹം അത് വിലക്കി, അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞു. കാരണം നമുക്കറിയാം, അറിയപ്പെട്ടൊരു മന്ത്രി ഉണ്ട് പ്രവാചകന്മാരിൽ. ആരാണ് അറിയപ്പെട്ടൊരു മന്ത്രി പ്രവാചകന്മാരിൽ? ലാ മന്ത്രി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വജഅൽ ലി വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖി. അതാണ് അറിയപ്പെട്ടൊരു വസീർ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 വസീർമാരുണ്ടായിരുന്നു, അബൂബക്കർ, ഉമർ. ചില വസീർമാരുടെ നേതാവ് സയ്യിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് വിരോധിക്കാൻ കാരണം ഇവരുടെയൊക്കെ നേതാവായി താൻ ജനമനസ്സുകളിൽ ഇടം നേടുമോ എന്നൊരു പേടിയായിരുന്നു എന്ന് ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതൊക്കെയും അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിനയമാണ്. ആ വിനയം അത് അറിവിനോടൊപ്പം ആ ഒരു വിനയമായപ്പോൾ ജനമനസ്സുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു ഇഹ്യ, അതാണ് യഥാർത്ഥ ജീവിതം. ജീവനറ്റാലും ഇവിടെ ജീവിച്ചിരിക്കുന്നത് പോലെ ജനമനസ്സുകളിൽ ഇടം നേടുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഈ ഒരു അനുഗ്രഹം അത് അതിമഹനീയമാണ് എന്നുള്ളതാണ്. നമ്മളും മേലായവൻ നമ്മളെ നല്ല രീതിയിൽ സ്മരിക്കപ്പെടുവാൻ, നല്ല രീതിയിൽ ഓർക്കപ്പെടുവാൻ, നമ്മൾ മരിച്ച് മൺമറഞ്ഞാലും ഇവിടെ നല്ല സ്മരണയിൽ നമ്മളുടെ ഒരു പേര് നിലനിൽക്കാൻ, അങ്ങനെ നല്ലവരോടൊപ്പം അവിടെ കൂടണയാൻ, സ്വർഗത്തിൽ കൂടാൻ അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണമെന്നാണ് ഉണർത്താനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അൽ മുമീത്ത് എന്ന അള്ളാഹുവിൻ്റെ പേരുമായി ഇതുപോലെ ചില ചരിത്രങ്ങൾ നമുക്ക് സ്മരിക്കണം, പഠിക്കണം. അടുത്ത ആഴ്ചയിൽ ഇൻഷാ അല്ലാഹ് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി, തുണയേകി അള്ളാഹു നമ്മളെ എല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ടൊരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തുണയേകുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇരുലോകത്തും അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഇരുലോകത്തും ആദരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها واستقرارها. اللهم احفظ لها قيادتها وعقيدتها. اللهم احفظ لها أمنها ورجال أمنها. اللهم احفظ لها ثغور حدودها إنك ولي ذلك والقادر عليه. يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.